സമുദ്രത്തിലൂടെയുള്ള കപ്പൽ യാത്രകൾക്കായി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു തുടങ്ങിയ ആദ്യകാലങ്ങളിൽ ഉപയോഗത്തിലുണ്ടായിരുന്ന ഡിസ്ട്രസ് സിഗ്നൽ അഥവാ സമുദ്രത്തിൽ അപകടത്തിലായവർ സഹായം തേടാൻ ഉപയോഗിച്ചിരുന്ന സിഗ്നൽ ആയ CQD ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് 1904 ജനുവരി 7-ാം തീയതിയാണ്. CQD എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ആദ്യം നമുക്ക് മോഴ്സ് കോഡ് എന്താണെന്ന് മനസ്സിലാക്കാം. 1830കളിലും 1840കളിലും സാമുവൽ മോഴ്സ് എന്ന അമേരിക്കക്കാരൻ വികസിപ്പിച്ചെടുത്ത ഒരു ആശയവിനിമയ സംവിധാനമാണ് മോഴ്സ് കോഡ്. ഇതിൽ അക്ഷരങ്ങളെയും അക്കങ്ങളെയും 2 തരം സിഗ്നലുകളാക്കി മാറ്റുന്നു. ഡോട്ട് ചെറിയ സിഗ്നൽ, ഡാഷ് അഥവാ നീണ്ട സിഗ്നൽ. ഉദാഹരണത്തിന് എ എന്ന അക്ഷരം മോഴ്സ് കോഡിൽ എഴുതുന്നത് ഡോട്ട് ഡാഷ് എന്നാണ്. ബി എന്ന അക്ഷരം മോഴ്സ് കോഡിൽ എഴുതുന്നത് ഡാഷ് ഡോട്ട് 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 എന്നാണ്. സി എന്ന അക്ഷരം മോഴ്സ് കോഡിൽ എഴുതുന്നത് ഡാഷ് ഡോട്ട് ഡാഷ് ഡോട്ട് എന്നാണ്. ടെലിഗ്രാഫ് വയറുകളിലൂടെ വൈദ്യുതി അയക്കുമ്പോൾ അതിൻ്റെ ഒഴുക്കിനെ ക്രമീകരിച്ചുകൊണ്ട് ഇത്തരം സന്ദേശങ്ങൾ അയക്കാൻ സാധിച്ചു. 1890കളിൽ മാർക്കോണി എന്ന ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ വയർലെസ് ടെലിഗ്രാഫ് കണ്ടുപിടിച്ചു. അതായത് വയറുകളില്ലാതെ റേഡിയോ തരംഗങ്ങളിലൂടെ സന്ദേശങ്ങൾ അയക്കാൻ കഴിയും എന്ന സ്ഥിതി വന്നു. ഇത് കപ്പലുകൾക്ക് വലിയ വരദാനമായി. കടലിൻ്റെ നടുവിലായാലും അവർക്ക് മറ്റ് കപ്പലുകളുമായി സംസാരിക്കാൻ കഴിയുമെന്നായി. അപകടം സംഭവിച്ചാൽ സഹായം തേടാനും കഴിയും. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. അപകട സന്ദേശം അയക്കാൻ ഏത് സിഗ്നൽ ഉപയോഗിക്കണം എന്ന പ്രശ്നം. 1904 ജനുവരി 7-ാം തീയതി മാർക്കോണി ഇന്റർനാഷണൽ മറൈൻ കമ്മ്യൂണിക്കേഷൻ കമ്പനി ഒരു പുതിയ അപകട സിഗ്നൽ പ്രഖ്യാപിച്ചു. CQD. എന്താണ് CQD? ഇത് മനസ്സിലാക്കാൻ നമുക്ക് 2 ഭാഗങ്ങളായി പരിശോധിക്കാം. CQ. അന്ന് റേഡിയോ ഓപ്പറേറ്റർമാർ എല്ലാവരെയും വിളിക്കാൻ CQ എന്ന സിഗ്നലാണ് ഉപയോഗിച്ചിരുന്നത്. CQ എന്നാൽ ഇംഗ്ലീഷിൽ സീക്ക് യു അഥവാ എല്ലാ സ്റ്റേഷനുകളെയും വിളിക്കുന്നു. ഇത് ഫ്രഞ്ച് വാക്കായ സെക്യൂരിറ്റി എന്നതിൽ നിന്നും വന്നതാണ്. എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് പോലെ. D എന്ന ഭാഗം സൂചിപ്പിക്കുന്നത് ഡിസ്ട്രസ്, അതായത് അപകടം. അപ്പോൾ CQD എന്നാൽ എല്ലാ സ്റ്റേഷനുകളുമേ അപകടം എന്നാണ് ഇത് പൂർണ്ണമായി അർത്ഥമാക്കുന്നത്. 1904 മുതൽ 1912 വരെയുള്ള കാലഘട്ടത്തെ ചരിത്രകാരന്മാർ CQD എറ എന്ന് വിളിക്കുന്നു. പ്രധാനമായും ബ്രിട്ടീഷ് കപ്പലുകളും മാർക്കോണി കമ്പനിയുടെ ഓപ്പറേറ്റർമാരും CQD ഉപയോഗിച്ചു. പ്രശസ്തമായ CQD രക്ഷാപ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. SS സ്ലാവോണിയ 1909. അസറോസ് ദ്വീപുകൾക്ക് സമീപം പാറയിൽ ഇടിച്ച് തകരുകയും CQD അയക്കുകയും ചെയ്തു. എല്ലാ യാത്രക്കാരെയും രക്ഷപ്പെടുത്തി. RMS റിപ്പബ്ലിക് 1909. ഈ കപ്പൽ കനത്ത മൂടൽ മഞ്ഞിൽ മറ്റൊരു കപ്പലുമായി ഇടിച്ചു. ജാക്ക് ബിൻസ് എന്ന റേഡിയോ ഓപ്പറേറ്റർ തുടർച്ചയായി CQD അയച്ചു. അദ്ദേഹം 14 മണിക്കൂർ തുടർച്ചയായി സന്ദേശങ്ങൾ അയച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ 1500ഓളം ആളുകളിൽ മിക്കവാറും എല്ലാവരെയും രക്ഷപ്പെടുത്തി. ഈ സംഭവം വയർലെസ് ടെലിഗ്രാഫിൻ്റെ പ്രാധാന്യം ലോകത്തിന് കാണിച്ചു കൊടുത്തു. മറ്റ് നിരവധി കപ്പലുകൾ 1904 മുതൽ 1912 വരെയുള്ള കാലഘട്ടത്തിൽ CQD ഉപയോഗിച്ച് സഹായം തേടി അനേകം ജീവനുകൾ രക്ഷപ്പെടുത്തി. എന്നാൽ CQDക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ സങ്കീർണമായ പാറ്റേൺ, 15 എലമെന്റുകൾ ഉള്ള ക്രമരഹിതമായ പാറ്റേൺ, മോശം കാലാവസ്ഥയിലോ ദുർബലമായ സിഗ്നലിലോ തിരിച്ചറിയാൻ പ്രയാസം അനുഭവപ്പെടും. ഈ സിഗ്നലുകൾ സാധാരണ സംഭാഷണത്തിലെ അക്ഷരങ്ങളുമായി ഇടകലർന്ന്
മറ്റ് സന്ദേശങ്ങളുമായി ചേർന്ന് ആശയക്കുഴപ്പം ഉണ്ടാവാൻ കാരണമായി. മറ്റൊരു പ്രശ്നം എല്ലാ രാജ്യങ്ങളും CQD സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. ജർമ്മനി, ഇറ്റലി പോലുള്ള ചില രാജ്യങ്ങൾ വ്യത്യസ്ത സിഗ്നലുകൾ ഉപയോഗിച്ചു. 1906 ബെർലിനിൽ നടന്ന ഇന്റർനാഷണൽ റേഡിയോ ടെലിഗ്രാഫിക് കൺവെൻഷൻ എന്ന അന്താരാഷ്ട്ര യോഗത്തിൽ എല്ലാ രാജ്യങ്ങളും ഒരു കാര്യത്തിൽ സമ്മതിച്ചു: നമുക്ക് ഒരു സാർവത്രിക അപകട സിഗ്നൽ വേണം. അവർ തിരഞ്ഞെടുത്തത് SOS എന്ന സിഗ്നൽ ആയിരുന്നു. പലരും വിചാരിക്കുന്നത് SOS എന്നാൽ സേവ് അവർ ഷിപ്പ്, നമ്മുടെ കപ്പൽ രക്ഷിക്കൂ, അല്ലെങ്കിൽ സേവ് അവർ സോൾസ്, നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കൂ എന്നൊക്കെയാണ്. SOS യഥാർത്ഥത്തിൽ ഒന്നിൻ്റെയും ചുരുക്കപ്പേരല്ല. ഈ സിഗ്നൽ തിരഞ്ഞെടുത്തത് അതിൻ്റെ മോഴ്സ് കോഡ് പാറ്റേൺ വളരെ എളുപ്പവും വ്യത്യസ്തവുമായതുകൊണ്ട് മാത്രമാണ്. ഡോട്ട് 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 ഡാഷ് 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 ഡോട്ട് 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 എന്നിങ്ങനെ 3 ചെറിയ ഡോട്ടുകൾ, 3 നീണ്ട ഡാഷുകൾ, വീണ്ടും 3 ചെറിയ ഡോട്ടുകൾ. SOS ഇത്ര മികച്ചത് ആകാൻ കാരണം അത് പഠിക്കാനും അയക്കാനും എളുപ്പമാണ് എന്നുള്ളതാണ്. അതിൻ്റെ വ്യത്യസ്തമായ പാറ്റേൺ മറ്റ് സിഗ്നലുകളുമായി തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത കുറച്ചു. 1908 മുതൽ SOS അന്താരാഷ്ട്ര നിലവാരമായി മാറി. എല്ലാ കപ്പലുകളും വിമാനങ്ങളും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ പലർക്കും പഴയ CQD കൈവിടാൻ പ്രയാസമായിരുന്നു. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് മാർക്കോണി ഓപ്പറേറ്റർമാർ അവരുടെ തുടർച്ചയായ ശീലം മൂലം CQD തന്നെ ഉപയോഗിക്കുന്നത് തുടർന്നു. ചിലർ രണ്ടും ഉപയോഗിച്ചിരുന്നു. 1912 വരെ ഇങ്ങനെ തന്നെ തുടർന്നുപോയി. എന്നാൽ 1912 ഏപ്രിൽ 14 എല്ലാം മാറ്റിമറിച്ച ഒരു സംഭവം നടന്നു. മുങ്ങാൻ കഴിയാത്ത കപ്പൽ എന്ന് വിളിക്കപ്പെട്ട RMS ടൈറ്റാനിക് വലിയ മഞ്ഞുമലയിൽ ഇടിച്ചു. കപ്പലിലെ സീനിയർ റേഡിയോ ഓപ്പറേറ്റർ ജാക്ക് ഫിലിപ്സ് ഉടൻ വയർലെസ് റൂമിൽ പോയി രാത്രി 11:45 ആദ്യ സന്ദേശം അയച്ചു. ഫിലിപ്സ് ശീലം കൊണ്ട് ആദ്യം അയച്ചത് CQD സിഗ്നൽ ആയിരുന്നു. അപ്പോൾ ജൂനിയർ ഓപ്പറേറ്റർ അടുത്തു വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, SOS അയക്കൂ, അത് പുതിയ കോൾ ആണ്. ഇതായിരിക്കും നിങ്ങൾക്ക് ആ സിഗ്നൽ അയക്കാനുള്ള അവസാന അവസരം. ഫിലിപ്സ് പുഞ്ചിരിച്ചുകൊണ്ട് 2 സിഗ്നലും കൂടി അയക്കാൻ തുടങ്ങി. ഇതായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ അപകട സന്ദേശം. കാർപാത്തിയ എന്ന കപ്പൽ സിഗ്നൽ സ്വീകരിച്ച് വേഗം വന്നെങ്കിലും 1500ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ജാക്ക് ഫിലിപ്സ് അവസാനം വരെ സന്ദേശം അയച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം രക്ഷപ്പെട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ 700ഓളം ആളുകളെ രക്ഷിക്കാൻ സഹായിച്ചു. ടൈറ്റാനിക് അപകടത്തിന് ശേഷം ലോകമെങ്ങും SOS മാത്രം ഉപയോഗിക്കാൻ തുടങ്ങി. CQD പതുക്കെ മറന്നുപോയി. SOS സാർവത്രിക അപകട സിഗ്നലായി മാറി. ടൈറ്റാനിക് അപകടത്തിന് ശേഷം 1912 മുതൽ 1915 വരെ CQD ഉപയോഗം പതുക്കെ കുറഞ്ഞു വന്നു. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് മിക്കവാറും എല്ലാ കപ്പലുകളും SOS മാത്രം ഉപയോഗിച്ചു. 1920കളായിരുന്നു CQDയുടെ അവസാന ഉപയോഗങ്ങൾ. 1930കളോടെ എല്ലാവരും CQD എന്ന സിഗ്നൽ പൂർണ്ണമായും മറന്നു. 1999 വരെ കപ്പലുകൾ SOS ഉപയോഗിച്ചു. അതിനുശേഷം ഗ്ലോബൽ മാരിടൈം ഡിസ്ട്രസ് ആൻഡ് സേഫ്റ്റി സിസ്റ്റംസ് എന്ന ആധുനിക സംവിധാനം നിലവിൽ വന്നു. ഇപ്പോൾ ഡിജിറ്റൽ സന്ദേശങ്ങൾ, സാറ്റലൈറ്റ് ആശയവിനിമയം, GPS ലൊക്കേഷൻ, ഓട്ടോമാറ്റിക് അപകട സിഗ്നലുകൾ എന്നിവയൊക്കെ ഉപയോഗിക്കുന്നു. മോഴ്സ് കോഡ് ഇപ്പോൾ സാധാരണമായി ഉപയോഗിക്കാറില്ല. പക്ഷേ SOS ഇപ്പോഴും പ്രസക്തമാണ്. ടോർച്ച് ലൈറ്റ് കൊണ്ട് 3 ചെറുത്, 3 വലുത്, 3 ചെറുത് എന്ന് മിന്നിച്ച് സഹായം തേടാം. വിസിൽ കൊണ്ട് ഇതേ പാറ്റേൺ ശബ്ദിക്കാം. തീ അല്ലെങ്കിൽ പുക കൊണ്ട് ഈ സിഗ്നൽ അയക്കാം. എല്ലാവരും അറിയുന്ന സാർവത്രിക അപകട ചിഹ്നമായി SOS തുടരുന്നു. CQD എന്ന സിഗ്നൽ ഇപ്പോൾ മറന്നുപോയെങ്കിലും അത് വയർലെസ് കമ്മ്യൂണിക്കേഷൻ യുഗത്തിൻ്റെ തുടക്കത്തിൽ നൂറുകണക്കിന് ജീവനുകൾ രക്ഷിച്ചു. 1904 ജനുവരി 7 മുതൽ 1912 ഏപ്രിൽ 15 വരെയുള്ള 8 വർഷം CQD സമുദ്രങ്ങളിലെ സുരക്ഷയുടെ പ്രതീകമായിരുന്നു.